നമസ്കാരം, ശുഭദിനം. ഞാൻ ശങ്കർ ഹിമഗിരി. കൗമുദി TV ന്യൂസ് ട്രാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വിനീതമായ സ്വാഗതം. ഇന്ന് ഞായറാഴ്ച, ഉദ്യോഗത്തിൽ വിശ്രമ ദിവസം. പക്ഷേ ഒരു വിശ്രമ ദിവസത്തിൻ്റെ വിലോലഭാവങ്ങളോ അവധി ദിവസത്തിൻ്റെ ആലസ്യമോ ഒന്നും ഇല്ലാത്തതായിരിക്കും പലപ്പോഴും വാർത്തകളുടെ വിശാലമായ ലോകം. അങ്ങനെ പറയുമ്പോൾ കാർക്കശ്യം ആണോ വാർത്തകളുടെ സ്ഥായിയായ ഭാവം? ഒരിക്കലും അല്ല. പ്രണയവും വിരഹവും കാരുണ്യവും സഹാനുഭൂതിയും ഒക്കെ പോലെ വളരെ ലോലമായ മാനുഷിക വികാരങ്ങളും വാർത്തകളുടെ ഉള്ളറകളിൽ ഭാവങ്ങളായി നിറയും. അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഏത് രാഷ്ട്രീയത്തിനും അപ്പുറത്ത് ഓരോ വാർത്തയിലും നിറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാന വികാരങ്ങളും ഭാവങ്ങളും തന്നെയാണ്. ലോകത്തെവിടെയും ഓരോ വായനക്കാരനും മുന്നിൽ ഓരോ ദിവസവും വാർത്തകൾ അവതരിപ്പിക്കുന്നത് മനുഷ്യൻ്റെ സ്ഥായി ഭാവങ്ങൾ തന്നെയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം ഈ ഞായർ ദിന എപ്പിസോഡ്. ന്യൂസ് ട്രാക്കിൽ ആദ്യം പ്രധാന ദിനപത്രങ്ങളുടെ മുഖ്യ ശീർഷകങ്ങൾ നോക്കാം. ഡീസലിൻ്റെ വില നിയന്ത്രണ അധികാരം കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞതാണ് പ്രധാനപ്പെട്ട എല്ലാ മലയാള വർത്തമാന പത്രങ്ങളുടെയും വാർത്താ വിഷയം. ഡീസൽ വിലയും ചാഞ്ചാടും എന്ന പ്രധാന തലക്കെട്ടിൽ ഈ വാർത്ത കേരള കൗമുദി നൽകിയിരിക്കുന്നു. മലയാള മനോരമയിലാകട്ടെ ഡീസൽ വില കുറച്ചു എന്ന് നേരിട്ടുള്ള ഒരു ശീർഷകം. ഇന്ന് മാതൃഭൂമി മാത്രമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വാർത്ത, ഒരു എക്സ്ക്ലൂസീവ് വാർത്ത നൽകിയിരിക്കുന്നത്. വാടക ഗർഭപാത്ര കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നു എന്ന വാർത്ത മാതൃഭൂമിയിൽ. ഡീസൽ വില നിയന്ത്രണം നീക്കിയ വാർത്ത മാതൃഭൂമിക്ക് സൂപ്പർ ലീഡ് സ്റ്റോറിയാണ്. ദേശാഭിമാനിയിൽ ഡീസൽ വില നിയന്ത്രണം നീക്കി എന്ന് തന്നെ ശീർഷകം. മാധ്യമത്തിലും ഇതേ ശീർഷകം. ഗ്യാസ് സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ന ഒരു ഹൈലൈറ്റ് കൂടി ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നു. മംഗളത്തിലാകട്ടെ ഡീസൽ വില നിയന്ത്രണം നീക്കി എന്നുള്ളതിനേക്കാൾ പ്രാധാന്യത്തോടെ പാചകവാതക വില കുത്തനെ കൂട്ടി എന്ന ഘടകത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ശീർഷകം നൽകിയിരിക്കുന്നു. നവംബർ 1 മുതൽ പാചകവാതക വില വർദ്ധിക്കുമെന്നാണ് മംഗളത്തിൻ്റെ റിപ്പോർട്ട്. ദീപികയിൽ ഡീസലിനും കമ്പോള വില എന്ന മുഖ്യ വാർത്തയ്ക്ക് ശീർഷകം. ദ ഹിന്ദുവിൽ ഡീസൽ ഡീറെഗുലേറ്റഡ്, ഗ്യാസ് പ്രൈസ് ഹൈക്ഡ് എന്ന് പ്രധാന ഹെഡ്ലൈൻ. സൺഡേ ടൈംസിൽ ആകട്ടെ ഡീസൽ ഡീറെഗുലേറ്റഡ്, പ്രൈസ് ഡ്രോപ്സ് ആസ് റിഫോംസ് പിക്കപ്പ് സ്പീഡ് എന്ന ഹെഡ്ലൈൻ നൽകിയിരിക്കുന്നു. ദ ന്യൂ സൺഡേ എക്സ്പ്രസിൽ ആകട്ടെ കോഴിക്കോട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി നടന്നു വരുന്ന സമരവും ഒക്കെയായി ബന്ധപ്പെട്ട മുഖ്യ വാർത്ത. എ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി VC ടേൺസ് ഫ്രാങ്കൻസ്റ്റീൻ ഫോർ മാസ്റ്റേഴ്സ് എന്ന ഹെഡ്ലൈൻ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. ഡീസൽ വിലയും ചാഞ്ചാടും എന്ന് കേരള കൗമുദിയുടെ പ്രധാന ശീർഷകം. ഡീസൽ വില നിയന്ത്രണ അധികാരം കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇതിന് അർത്ഥം ഇനി മുതൽ ഡീസലിൻ്റെ വില രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില വ്യത്യാസം അനുസരിച്ച് എണ്ണ കമ്പനികൾക്ക് നിശ്ചയിക്കാം എന്നതാണ് ഇതിലെ പ്രധാന വസ്തുത. പക്ഷേ ഇങ്ങനെ ഡീസൽ നിയന്ത്രണ അധികാരം കേന്ദ്ര സർക്കാർ എടുത്ത് കളയുകയും എണ്ണ കമ്പനികൾക്ക് ഈ അധികാരം കൈമാറുകയും ചെയ്തതിന് ഒപ്പം തന്നെ എണ്ണ കമ്പനികൾ ലിറ്ററിന് 3 രൂപ 37 പൈസ എന്ന നിരക്കിൽ ലിറ്ററിന് ഡീസലിൻ്റെ വില ഒറ്റയടിക്ക് കുറച്ചിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഡീസലിൻ്റെ വിലയിൽ കുറവ് ഉണ്ടാകുന്നത്. അതിന് മുൻപ് പോലും ഡീസലിൻ്റെ വിലയിൽ കുറവ് വരുത്തിയിരുന്നത് 2 രൂപ ആണ്. ഈ പുതുക്കിയ വില ഇന്നലെ അർദ്ധരാത്രി നിലവിൽ വന്നു. 2012 ജൂണിൽ ആണ് പെട്രോളിൻ്റെ വില നിയന്ത്രണ അധികാരം UPA സർക്കാർ എടുത്തു കളഞ്ഞത്. അപ്പോഴും ഡീസലിൻ്റെ വില നിയന്ത്രണ അധികാരം കേന്ദ്ര സർക്കാർ കൈയടക്കി വച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതുകൂടി എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഒറ്റയടിക്ക് 3 രൂപ 37 പൈസ ഡീസലിന് കുറവുണ്ടായെങ്കിലും ഇനി എപ്പോൾ വേണമെങ്കിലും ഡീസലിൻ്റെ വില വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികൾക്ക് അധികാരം ഉണ്ടാകും. ക്രൂഡ് ഓയിലിൻ്റെ വിലയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഈ വില കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്തേക്കാം. മറ്റൊന്ന്, ഇന്നലത്തെ ഒരു പ്രധാന വാർത്ത. തടവറ വിട്ട് തലൈവി വന്നു, തമിഴ് മനം തിമിർത്തു പെയ്തു എന്ന ശീർഷകത്തിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതിനെ തുടർന്ന് ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് മോചിതയായതിൻ്റെ വാർത്ത തമിഴ് ജനതയുടെ ആവേശം മുഴുവൻ പ്രകടിപ്പിക്കുന്ന ശീർഷകത്തോടെ തമിഴ് മനം തിമിർത്തു പെയ്തു എന്ന പ്രയോഗത്തിൽ തന്നെ ആ ആവേശം മുഴുവൻ വരുത്തിക്കൊണ്ട് ജയലളിതയും തോഴി ശശികലയും ഇന്നലെ പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് ബാംഗ്ലൂർ വിമാനത്താവളത്തിലേക്ക് കാറിൽ പോകുന്നതിൻ്റെ ഒരു ചിത്രം സഹിതം ആ വികാരം മുഴുവൻ, തമിഴ് ജനതയുടെ വികാരം മുഴുവൻ പ്രകടിപ്പിക്കുന്ന ഭാഷയിൽ കേരള കൗമുദി വാർത്ത നൽകിയിരിക്കുന്നു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ശേഷം ആണ് ജയലളിത ജയിലിൽ നിന്ന് പുറത്ത് വന്നത്. ഒരുപക്ഷെ രാവിലെ തന്നെ ജാമ്യ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിരുന്നെങ്കിലും 3 മണിവരെ യമകണ്ഠ കാലം ആയിരുന്നു. ഈ അശുഭ സമയം പിന്നിടുന്നതിന് വേണ്ടി 3 മണിവരെ കാത്തിരിക്കുകയായിരുന്നു. 3:15 ജയിലിന് പുറത്തെത്തിയ ജയലളിതയും
ശശികലയും ഒക്കെ നേരെ ബാംഗ്ലൂരിലെ HAL വിമാനത്താവളത്തിലേക്ക് കാറിൽ പോവുകയും അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ ചെന്നൈയിലേക്ക് പുറപ്പെടുകയും ആയിരുന്നു. ഇന്നലെ രാവിലെ മുതൽ തന്നെ ജയലളിതയെ സ്വീകരിക്കാൻ, തലൈവിയെ സ്വീകരിക്കാൻ AIADMK പ്രവർത്തകരും തമിഴ്നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് ജയലളിതയുടെ വസതിയായ പോയസ് ഗാർഡൻ വരെയുള്ള വീഥിയുടെ ഇരുവശവും കാത്ത് നിൽക്കുകയായിരുന്നു. ചെന്നൈയിൽ 2 ദിവസമായി കനത്ത മഴ തുടരുകയാണ്. ഈ മഴയും ഒക്കെ വകവയ്ക്കാതെ ആണ് തമിഴ്നാട്ടുകാർ മുൻ മുഖ്യമന്ത്രി ജയലളിതയെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിന്നിരുന്നത്. ഇന്നലെ ശബരിമല മേൽശാന്തി തിരഞ്ഞെടുപ്പ് ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടത് കൃഷ്ണദാസ് നമ്പൂതിരി. ഈ തീർത്ഥാടന കാലത്ത് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തി ആയി തൃശ്ശൂർ പാഞ്ഞാൾ കൃഷ്ണദാസ് നമ്പൂതിരി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മാളികപ്പുറം മേൽശാന്തി ആയിരിക്കുന്നത് മാവേലിക്കര സ്വദേശിയായ S. കേശവൻ നമ്പൂതിരിയാണ്. ഈ ഇരുവരുടെയും ചിത്രം സഹിതം കേരള കൗമുദി 1-ാം പേജിൽ ഈ വാർത്ത നൽകിയിട്ടുണ്ട്. കുസാറ്റിൽ 2001 ആവർത്തിച്ചു. അന്നും ഇന്നും ഗവർണർ ജസ്റ്റിസ്. ഹൈബി ഈഡൻ സിൻഡിക്കേറ്റ് അംഗത്വം രാജിവെച്ചു എന്ന വാർത്ത ഇക്കാലികം പേജിൽ. ഇത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ആയി ഡോക്ടർ J. ലതയെ നിയമിച്ചതിൽ ഉള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഹൈബി ഈഡൻ സിൻഡിക്കേറ്റ് അംഗത്വം രാജിവെച്ചിരിക്കുന്നു. ഇതിന് കാരണം ഗവർണർ നേരിട്ട് ആണ് ഡോക്ടർ ലതയുടെ പേര് ശുപാർശ ചെയ്തിരിക്കുന്നത്. സർക്കാരിൻ്റെ പാനലിൽ മറ്റൊരാളുടെ പേര് ആയിരുന്നു. ഈ സർക്കാർ ഗവർണർക്ക് നൽകിയ പാനൽ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഗവർണർ അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് ഡോക്ടർ ലതയെ വൈസ് ചാൻസലർ ആക്കിയിരിക്കുന്നത്. ഇതിൽ 2001 ആവർത്തിച്ചു എന്ന് പറയാൻ കാര്യം, 2001 ഗവർണറായിരുന്നത് അന്ന് സുപ്രീം കോടതി മുൻ ജഡ്ജി സുഖദേവ് സിംഗ് കാങ് ആയിരുന്നു. അദ്ദേഹം ഗവർണർ ആയിരിക്കെ ഇതുപോലെ സർക്കാരിൻ്റെ നോമിനിയെ തള്ളിക്കൊണ്ട് സ്വന്തം അധികാരം ഉപയോഗിച്ച് മറ്റൊരാളെ അന്ന് വൈസ് ചാൻസലർ ആക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ സദാശിവം ഇതുപോലെ സർക്കാരിൻ്റെ പാനൽ തള്ളിക്കൊണ്ട് ഡോക്ടർ ലതയെ അവരുടെ അധ്യാപന മികവും അധ്യാപന പരിചയവും ഗവേഷണ ഭരണ രംഗങ്ങളിലെ പരിചയവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഡോക്ടർ ലതയെ വൈസ് ചാൻസലർ ആയി നിയമിച്ചിരിക്കുന്നത്. സംഘടനാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗ്രൂപ്പ് യോഗം. ഇനി വിശാല ഐ ഇല്ല, ഐ ഗ്രൂപ്പ് മാത്രം. നേതാവ് രമേശ് ചെന്നിത്തല എന്ന് തിരുവനന്തപുരത്ത് നിന്ന് രാഷ്ട്രീയ ലേഖകൻ്റെ റിപ്പോർട്ട്. ഇത് തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഐ ഗ്രൂപ്പിൻ്റെ ഒരു യോഗം നടന്നിരുന്നു. ഐ ഗ്രൂപ്പ് പല വിഭാഗങ്ങളായി ചിന്നി ചിതറി നിൽക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പുനഃസംഘടന ഒക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഐ ഗ്രൂപ്പിൻ്റെ ശക്തിക്ഷയത്തിന് കാരണമാകും എന്ന വിലയിരുത്തൽ കൊണ്ടാണ് വിശാല ഐ ഗ്രൂപ്പ് കൂടി ഐ ഗ്രൂപ്പിലേക്ക് വരികയും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വലിയ സമ്മർദ്ദ ശക്തിയായി മാറാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതും ഈ ഗ്രൂപ്പ്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം പത്മജ വേണുഗോപാലും മുരളീധരനും കരുണാകരൻ്റെ മക്കൾ 2 പേരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇവർ ഇരുവരും രമേശ് ചെന്നിത്തലയുടെ നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി മനോരമയിലെ ചില വാർത്തകൾ നോക്കിയാൽ ഡീസൽ വില കുറച്ചത് തന്നെയാണ് മനോരമയുടെ മുഖ്യ വാർത്ത. ഒരു കൗതുക വാർത്ത ഉള്ളത് ചൊവ്വയിൽ ഇന്നൊരു അപൂർവ സംഗമം എന്നതാണ്. ചൊവ്വയുടെ അരികത്തുകൂടി എന്ന് പറഞ്ഞാൽ 1,40,000 കിലോമീറ്റർ അരികത്തുകൂടി ഒരു വാൽ നക്ഷത്രം ഇന്ന് രാത്രി കടന്നു പോവുകയാണ്. ഇന്ന് രാത്രി 11:57 ചൊവ്വയുടെ അടുത്തുകൂടി ഈ വാൽ നക്ഷത്രം കടന്നു പോകുന്നത്. സൈഡിങ് സ്പ്രിംഗ് എന്നാണ് ഈ വാൽ നക്ഷത്രത്തിൻ്റെ പേര്. ഇതിൻ്റെ പ്രത്യേകത ചൊവ്വയുടെ ഇത്രയും അരികത്തു കൂടി ഒരു വാൽ നക്ഷത്രം കടന്നു പോകുന്നത് ആദ്യമാണ്. ഭൂമിയിൽ നിന്ന് ഇത്രയും അടുത്ത് ഒരു വാൽ നക്ഷത്രത്തെ നിരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നതും ആദ്യമാണ്. ഇങ്ങനെ ഒരു അവസരം ഒരുപക്ഷെ ഇനി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമേ ഉണ്ടാകൂ എന്നും ഈ വാർത്ത പറയുന്നു. കേരളത്തിൽ പാചകവാതക സബ്സിഡി നവംബർ 10 മുതൽ ബാങ്കിലൂടെ എന്ന വാർത്തയും മനോരമയുടെ 1-ാം പേജിൽ. ഇത് UPA സർക്കാർ കൊണ്ടുവന്നതാണ്. ഈ ഗ്യാസിൻ്റെ പാചകവാതകത്തിൻ്റെ സബ്സിഡി ബാങ്കുകൾ വഴി ആക്കുക എന്ന പദ്ധതി. അത് മോഡി സർക്കാർ അധികാരമേറ്റപ്പോൾ അത് തൽക്കാലത്തേക്ക് നിർത്തി വച്ചിരുന്നു. ഇപ്പോൾ ആ പദ്ധതി അതിൽ ഉണ്ടായിരുന്ന പിഴവുകൾ എല്ലാം മാറ്റിക്കൊണ്ട് പുനരവതരിപ്പിച്ചിരിക്കുന്നു മോഡി സർക്കാർ. നവംബർ 10 മുതൽ ഇനി വരുന്ന നവംബർ 10 മുതൽ ഈ പദ്ധതി പുനരവതരിപ്പിക്കുകയാണ്. ഇത് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്ന ജില്ലകളുടെ കൂട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളും ഉണ്ട്. കേരളത്തിലേത് ഉൾപ്പെടെ ആകെ രാജ്യത്ത് 54 ജില്ലകളിൽ ആണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി ഏർപ്പെടുത്തുന്നത് എന്നും മനോരമയുടെ വാർത്ത.
ഇനി മനോരമയുടെ ഉൾപേജ് നോക്കിയാൽ ദുരൂഹതയുടെ ചിറക് വിരിച്ച് US ബഹിരാകാശ വാഹനം പറന്നിറങ്ങി എന്ന കൗതുകം ഉണർത്തുന്ന ഒരു വാർത്ത. ഇത് അമേരിക്കയുടെ നാസയുടെ ബഹിരാകാശ വാഹനം X-37B എന്ന് അമേരിക്ക പേരിട്ടിരിക്കുന്ന ഈ ബഹിരാകാശ വാഹനം, ഇതിൽ ദുരൂഹതയുടെ ചിറക് വിരിച്ച് എന്ന് പറയാൻ കാര്യം എന്താണ്? ഈ പേടകത്തിൽ ഈ ബഹിരാകാശ വാഹനത്തിൻ്റെ യഥാർത്ഥ ദൗത്യം എന്ന് അമേരിക്ക ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇത് കഴിഞ്ഞ ദിവസം സാൻ ഫ്രാൻസിസ്കോയിലെ വ്യോമസേന വിമാനത്താവളത്തിൽ എന്തായാലും ദൗത്യത്തിന് ശേഷം ഈ ബഹിരാകാശ വാഹനം പറന്ന് ഇറങ്ങി. ഇതിൻ്റെ പ്രത്യേകത ഈ ബഹിരാകാശ വാഹനം ഭൂമിയെ ചുറ്റി 674 ദിവസം ഭൂമിയെ ചുറ്റി നിരീക്ഷണം നടത്തിയതിന് ശേഷമാണ് ഈ ബഹിരാകാശ വാഹനം ഭൂമിയിൽ തിരിച്ച് എത്തിയത്.